റേച്ചൽ മിഷൻ്റെ ആദ്യത്തെ സീരീസായ ഓഷൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഷൻ സീരീസിലെ നമ്മുടെ ആദ്യത്തെ അതിഥി വേറെ ആരുമല്ല, കടലാമകളാട്ടോ. ഈ കടലാമകളെ അത്ര നിസ്സാരക്കാരൊന്നും അല്ല കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ക്രൊക്കോഡൈൽസ് അല്ലെങ്കിൽ മുതലകൾ ഡൈനോസറിൻ്റെ കാലം തൊട്ട് ഉണ്ടായിരുന്ന, എന്നാൽ ഈ കടലാമകളും ആ സമയം തൊട്ട് ഉണ്ടായിരുന്ന, അതായത് 100 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ലോകത്ത് കടലാമകൾ ജീവിച്ചിരുന്നു. പിന്നെ ഇവരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ കുറേ നല്ല ട്രാവലേഴ്സ്. ലെതർ ബാഗ്സ് ഇനത്തിൽപ്പെട്ട കടലാമകൾ ഇവരുടെ ഫീഡിംഗ് ഗ്രൗണ്ടായ പോൾസിൽ നിന്ന് ഏകദേശം 12,000 കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവരുടെ നെസ്റ്റിംഗ് ബീച്ചായ ട്രോപ്പിക്സിലോട്ട് വരുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന കേട്ടോ. ഈ കടലാമ കുഞ്ഞുങ്ങളില്ലേ, ഒരിക്കലും ഇവരുടെ പേരൻസിനെ കാണുന്നില്ല. അതായത് മുട്ടയിടാൻ സമയമാകുമ്പോഴത്തേനും ഈ പെൺ കടലാമകൾ കടൽ തീരങ്ങളിലെത്തി കുഴി കുഴിച്ച് അതിൽ മുട്ടയിട്ട് അത് മൂടിയിട്ടതിന് ശേഷം തിരികെ സമുദ്രത്തിലോട്ട് തന്നെ പോകും. ഈ മുട്ടകളുണ്ടല്ലോ ഒരു 80 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും വിരിയും. ഈ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ ഒരു 5-10 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് തന്നെ കടലിലെത്തും. എന്തുകൊണ്ടാണെന്നറിയോ? ഇവരെ പിടിക്കുന്ന മറ്റുള്ള ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇനിയും ഉണ്ട് കേട്ടോ ഈ ആമകൾക്ക് കുറേ സവിശേഷതകൾ. അതിലൊന്നാണ് ഇതിൻ്റെ പുറന്തോട്. മറ്റുള്ള പുറന്തോടുള്ള ജീവികളിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ് ആമകളുടെ പുറന്തോട്. അത് എന്താണെന്ന് വെച്ചാൽ, ഞണ്ടിൻ്റെയൊക്കെ പുറന്തോടുണ്ടല്ലോ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ആമകളുടെ പുറന്തോട് നമുക്കങ്ങനെ പൊളിച്ചെടുക്കാൻ സാധിക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പുറന്തോട് ഇതിൻ്റെ നട്ടെല്ലും അസ്ഥിയായിട്ട് ഫ്യൂസ് ചെയ്ത്, അതായത് യോജിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആമകളുടെ പുറന്തോട് ഊരി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നടക്കുന്ന കാര്യമല്ല. വേറെയും ഉണ്ട് കേട്ടോ ഇവർക്ക് കുറേ പ്രത്യേകതകൾ. അതിലൊന്നാണ് ലാക്രിമിൻ ഗ്രന്ഥികൾ അഥവാ ലാക്രിമിൻ ഗ്ലാൻസ്. ഇപ്പം എല്ലാവർക്കും ഡൗട്ട് തോന്നിക്കാണും, എങ്ങനെയാണ് ഈ ഗ്രന്ഥികൾ ഈ ആമകളെ കടൽ വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നതെന്ന്. ഈ ഗ്രന്ഥികളാണ് കടലിലെ വെള്ളത്തിലെ ഉപ്പ് രസം കൂടുതലായിട്ട് ഇവയുടെ ശരീരത്തിൽ എൻട്രി ചെയ്യുമ്പോഴത്തേനും അത് പുറത്തോട്ട് തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുവഴി ഈ കടൽ വെള്ളം തന്നെ കുടിച്ച് ഇവയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ഈ കടലാമകളെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടും. നമുക്കെല്ലാം അറിയാം അല്ലേ കോമ്പസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് കോമ്പസ് നമ്മളെ നാവിഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് ഈ കടലിൽ ആമകളും ദിശ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ദിശ മനസ്സിലാക്കുന്ന ഒരിനം കടലാമകളുടെ പേരാണ് ലോക്ക്ഹെഡ് കടലാമകൾ. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവില്ലേ? പക്ഷേ ഇനിയും പറയാൻ പോകുന്നത് ഭയങ്കര സ്പെഷ്യലാട്ടോ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, മനുഷ്യനിൽ ആണാണോ പെണ്ണാണോ എന്ന്, കുട്ടികൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ അച്ഛനിൽ നിന്ന് വരുന്ന ക്രോമസോണാണ്. ഇത് പഠിച്ചതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, കോഴികളിൽ ഇത് തീരുമാനിക്കുന്നത് പെടക്കോഴികളാണ്. എന്നാൽ ഈ കടലാമകളിൽ ഇത് തീരുമാനിക്കുന്നത് എന്താണെന്നറിയോ? അവരുടെ ടെമ്പറേച്ചറാണ്. അതായത് മുട്ടയിരിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചറാണ് ഇവരുടെ ജെൻഡറുകൾ തീരുമാനിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചൂടുള്ള സ്ഥലത്ത് വിരിയുന്ന കുട്ടികൾ കൂടുതലും പെണ്ണുങ്ങളായിരിക്കും. അതായത് എല്ലാ പെൺമുട്ടകളായിരിക്കണം എന്നല്ല, എന്നാൽ അതിൽ നിന്ന് വരുന്ന കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും. അതുപോലെ കൂടുതൽ തണുപ്പുള്ള ഏരിയയിലാണ് ഈ മുട്ടകളെങ്കിൽ അതിൽ നിന്ന് വരുന്ന കൂടുതലും ആണുങ്ങളായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പസിൽ പാതിയായി കേട്ടോ. അതിൻ്റെ ഔട്ട്ലൈൻ ഓൾറെഡി തീർന്നു. നമുക്ക് മിഡിൽ പോർഷനിലോട്ട് കിടക്കാം. അതിൻ്റെ കൂടെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഇട്ട് നമുക്ക് കേൾക്കാം. അടുത്തത് പറയാൻ പോകുന്നുണ്ടല്ലോ, അതാർക്കും ഒരു പുതിയൊരു അറിവൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ പണ്ട് തൊട്ട് കേട്ടേക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ വർഷം ജീവിക്കുന്ന ഒരു ജീവിയാണ് ആമയെന്നുള്ളത്. കണ്ടെത്തിയേക്കുന്നതിൽ 188 വയസ്സ് വരെ ജീവിച്ച ആമകളെ വരെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ വർഷങ്ങൾ ജീവിച്ച ആമകളും ഉണ്ടാവാം. ഇത്രയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇത് എത്ര തരത്തിലുള്ള കടലാമകൾ ഉണ്ടെന്നുകൂടെ നമുക്കറിയണ്ടേ? 7 തരത്തിലുള്ള കടലാമകൾ കാണപ്പെടുന്നു. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേനും നമ്മൾ പറഞ്ഞില്ലേ 2 തരത്തിലുള്ളവരുടെ പേര്.
ഒന്ന് ട്രാവലേഴ്സായ ലെതർ ബാക്കും മറ്റേത് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഓഷനിൽ റൂട്ട് കണ്ടുപിടിക്കുന്ന നമ്മുടെ ലോഗർ ഹെഡ്. ഇത് കൂടാണ്ട് 5 തരത്തിലുള്ള കടലാമകളൂടെ കാണപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഗ്രീൻ, രണ്ടാമത്തേത് ഹോക്സ്ബെൽ, പിന്നെ ഒലിവ് റിഡൽ, കെന്റ് റിഡൽ, ലാസ്റ്റായിട്ട് ഫ്ലാറ്റ് ബാക്ക് ടർട്ടിലും. ഇത്രയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇവ കഴിക്കുന്ന എന്താണെന്നൂടെ നമുക്കറിയണ്ടേ? ഇവരും ഏകദേശം മനുഷ്യന്മാരെ പോലെ തന്നെ കേട്ടോ. ഇതിൽ ഹെർബിവോറസും ഉണ്ട്, കാർണിവോറസും ഉണ്ട്. അതായത് സസ്യബുക്കും മാംസബുക്കും ഇതിൽ കാണപ്പെടുന്നു. സസ്യബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് കേട്ടപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രീൻ, അതെ, ഗ്രീൻ ടർട്ടിൽസ് കൂടുതലും സസ്യബുക്കുകൾ തന്നെയാണ്. കൂടുതലുമല്ല, എല്ലാവരും തന്നെ സസ്യബുക്കുകളാണ്. ഇവരുടെ ഭക്ഷണം കൂടുതലും സീ ഗ്രാസസ് ഒക്കെ തന്നെയാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കൂടെ മാംസബുക്കുകളും ഉണ്ട്, അല്ലെങ്കിൽ കാർണിവോറസും ഉണ്ട്. അതിൽ ഒന്നാണ് ഹോക്കർബിൽസ്. ഹോക്കർബിൽസ് കൂടുതലും ഫീഡ് ചെയ്യുന്നത് സ്പോഞ്ചസിലൊക്കെ ആട്ടോ. ഇനിയും ഉണ്ട് ഇവരുടെ കുറേ സ്പെഷ്യാലിറ്റീസ്. പിന്നെ ഇവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, പേരൻറ്റിങ് അറിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ഏകാഗിയായിട്ട് ജീവിക്കുന്നവരാട്ടോ. എന്ന് വെച്ചാൽ ഈ ലോകത്ത് കൂട്ടുകാരില്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്നല്ലേ? അതെ അതെ, ഇവർക്കും ഉണ്ട് കേട്ടോ കൂട്ടുകാർ. ഇത് വെറും കൂട്ടുകാരല്ല, നമ്മുടെ കൂട്ടുകാരെ പോലെ കുറേ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടുകാരാട്ടോ. ആരൊക്കെയാണെന്നല്ലേ? ഞണ്ടുകളും ചെമ്മീനുകളും കുഞ്ഞു കുഞ്ഞു മീനുകളുമാണ് ഇവയുടെ കൂട്ടുകാർ. ഇനി ഇവരെങ്ങനെയാണ് നമ്മുടെ ആമക്കുഞ്ഞിനെ സഹായിക്കുന്നതെന്നല്ലേ നിങ്ങളുടെ ഡൗട്ട്? ആമക്കുഞ്ഞിൻ്റെ തോടുകൾ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഇവ ആമക്കുഞ്ഞിനെ സഹായിക്കുന്നത്. ഇനി ഇവയുടെ കൂട്ടുകാരെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിവരുടെ എനിമീസിനെയും കൂടി പരിചയപ്പെടണ്ടേ? ഇവരുടെ എനിമീസിൻ്റെ കാര്യം നമ്മൾ ഒത്തിരി ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ വലിയ ഷാർക്കുകളാണ് ഇവയുടെ എനിമീസ്. പറഞ്ഞ് നമ്മൾ കുറേ സ്പെഷ്യാലിറ്റീസ് കേട്ടല്ലേ. ഇതിനൊപ്പം നമ്മുടെ പസിൽ ഏകദേശം തീരാറായിട്ടോ. ഇനി കുറച്ച് പരിപാടീസേ ഉള്ളൂ. നമ്മൾ എനിമീസിനെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിതിക്ക് ഈ ആമകളുടെ ഏറ്റവും വലിയ എനിമീസ് ഏതാണെന്ന് അറിയണ്ടേ? അത് മനുഷ്യർ തന്നെ കേട്ടോ. നമ്മളാണ് ഒട്ടുമിക്ക മൃഗങ്ങളുടെയും ഏറ്റവും വലിയ എനിമീസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 100 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഇവ എന്തോരം ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ വന്നിട്ട് പിടിച്ചു നിന്നവയായിരിക്കും അല്ലേ? പക്ഷേ നിങ്ങൾക്കറിയാവോ, ഈ 7 കടലാമകളും എൻഡേഞ്ചറസ് സ്പീഷീസ് ആണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർഷങ്ങൾക്ക് മുന്നേ എന്തൊക്കെ സംഭവിച്ചു, ഈ ലോകത്ത് നടന്ന ഒത്തിരിയേറെ ക്ലൈമാറ്റിക് ചേഞ്ചസിൽ നിന്ന് വരെ രക്ഷപ്പെട്ടിരുന്ന ഇവയെ മനുഷ്യർ കുറേ കാര്യങ്ങൾ കൊണ്ട് എൻഡേഞ്ചർ സ്പീഷീസ് ആക്കി മാറ്റി. ഇതിൻ്റെ റീസൺസിൻ്റെ ഒത്തിരി ഇൻഡെപ്തായിട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ പസിൽ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാട്ടോ. ഇതിൻ്റെ മെയിൻ വില്ലൻ നമുക്കെല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക്കുകൾ തന്നെയാണ്. നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുപോയി കടലിലോട്ട് തള്ളുമ്പോഴത്തേനും അതിൽ കുറേ ജീവികളുടെ ഭക്ഷണത്തിൽ ഇത് കളയുന്നു. നമുക്ക് പ്ലാസ്റ്റിക് കഴിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം അല്ലേ? അതുപോലെ തന്നെ അവയ്ക്കും പ്ലാസ്റ്റിക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് മാത്രമല്ല കേട്ടോ വില്ലന്മാർ. ഈ കോസ്റ്റൽ ഏരിയാസിൽ വരുന്ന ഡെവലപ്മെൻറ്റും ഇതിനൊരു മേജർ റീസണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവർ ബീച്ചസിലാട്ടോ വന്ന് മുട്ടയിടുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ മുട്ടയിടാനായിട്ടുള്ള സാഹചര്യം ഇവർക്കില്ലാണ്ടാവുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ മനുഷ്യർ ഇവരെ ഉയർത്തി വിടുമോ? ഇല്ല. ഇവയെ പിടിച്ച് അതിൻ്റെ തൊണ്ടെടുക്കുന്നു, മാംസം എടുക്കുന്നു, അങ്ങനെ എല്ലാം കൊണ്ട് ഇവയെ കൂടുതൽ വംശനാശ ഭീഷണിയിലോട്ട് തന്നെ ഇറക്കി വിടുന്നു. നമ്മുടെ പസിൽ അങ്ങനെ തീരാറായി. ഈ പസിലിനോടൊപ്പം തന്നെ നമ്മുടെ ആമക്കുഞ്ഞിനെ കുറിച്ചുള്ള കുട്ടി അറിവുകൾ നമുക്ക് കിട്ടിയില്ലേ? ശരിക്കും ഈ ഓഷ്യൻ സീരീസിൻ്റെ മെയിൻ റീസൺ ഓഷ്യൻ ഒരു മിസ്റ്ററി ആയതുകൊണ്ടാട്ടോ. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഓഷ്യൻ ഭയങ്കര പേടിയാണ്. ഓഷ്യൻ എന്നല്ല, എല്ലാവിധ വാട്ടർ ബോഡീസും എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ്. എന്നിട്ടും ഞാനൊരു ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റ് സീരീസ് ഓഷ്യൻ ആവാനായിട്ട് ഒരു മേജർ റീസൺ ഉണ്ട്. എന്താണെന്നല്ലേ? ചന്ദ്രനിൽ വരെ കാല് കുത്തിയെന്ന് അവകാശപ്പെടുന്ന മനുഷ്യരെ എപ്പോഴും അത്ഭുതപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന 2 സ്ഥലങ്ങളിലൊന്നാണ് ഈ ഓഷ്യൻ. ഇപ്പം ഡൗട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ, അടുത്തത് എന്താണെന്ന്? അതവിടെ സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അതിൻ്റെയും ഒരു സീരീസ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. താങ്ക്